ബാർ കോഴ വിവാദത്തിലെ അന്വേഷണ കാര്യത്തിലും മുന്നണി വിപുലീകരണത്തിലും വിഎസിന്റെ നിലപാട് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളി. ബാർ കോഴ വിവാദം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ആർഎസ്പിയും സോഷ്യലിസ്റ്റ് ജനതയും യുഡിഎഫിലെ മറ്റേതെങ്കിലും പാർട്ടിയെ പോലുള്ള പാർട്ടികൾ മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ബാർക്കോഴ വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന വിഎസിന്റെ നിലപാട് തള്ളിയാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമെന്ന ആവശ്യം ഉന്നയിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഒരു പ്രത്യേക അന്വേഷക സംഘത്തെ രൂപീകരിക്കണം. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും ഇരയാകാത്ത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടീമായിരിക്കണം. ആ സ്പെഷ്യൽ ടീം അന്വേഷിച്ചാൽ പോലും ആ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെങ്കിൽ കോടതിയുടെ മേൽനോട്ടം വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ടെങ്കിൽ അതിനും തയ്യാറാവും. മറ്റ് അന്വേഷണ ആവശ്യങ്ങളെ തള്ളാൻ പിണറായി ഉയർത്തിയ വാദമുഖം ഇങ്ങനെ. CBIയെ കുറിച്ചാണ് സുപ്രീം കോടതി തന്നെ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത്. അപ്പോൾ CBI ആയാലും കേരളത്തിലെ വിജിലൻസ് ആയാലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിരയായി ആ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. അനാവശ്യമായി കാലതാമസം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം ഉയർത്തുന്നതിൻ്റെ ഫലമായിട്ട് വരിക. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയില്ല. ചില കാര്യങ്ങൾ ചില സഖാക്കൾ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണ വ്യക്തതയായി പാർട്ടി ആലോചിച്ച് ഒരു നിലപാടെടുത്തു. ആർഎസ്പി സോഷ്യലിസ്റ്റ് ജനതാ കക്ഷികളെ സ്വാഗതം ചെയ്തുള്ള വിഎസിന്റെ പ്രസ്താവനയെയും പിണറായി തള്ളി. ജ്ഞാനപ്പാനയിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു പിണറായിയുടെ വാദങ്ങൾ. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ഇങ്ങനെ ഈ മോഹം മണ്ടി മണ്ടി കരയേറുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അത് വ്യക്തമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ RSP ആയാലും സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ആയാലും UDFിനകത്തുള്ള മറ്റേതൊരു പാർട്ടിയെയും പോലെയുള്ള പാർട്ടികളാണ് എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. LDF ചേരണമെന്ന് ആവശ്യമുന്നയിച്ച CPI നിലപാടിനെയും പിണറായി വിമർശിച്ചു. കത്ത് കൺവീനർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കത്ത് എന്തിനാണ് തന്നത് എന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.